അസ്സലാമു അലൈക്കും. പത്രവിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്ത് പന്നൂരിലുള്ള മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമി പബ്ലിഷ് ചെയ്യുന്ന സ്പന്ദനം എന്ന പത്രമാണ്. സത്യസന്ധവും രസകരവുമായ വാർത്തകളാണ് സ്പന്ദനത്തെ മറ്റു പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. കലയുടെ കലവറ തുറന്ന് മുഹമ്മദിയ. തലക്കെട്ട് വളരെ നന്നായിട്ടുണ്ട്. പന്നൂർ. കലയുടെ കലവറ തുറന്ന് മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് പന്നൂർ മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മീലാദ് ഫെസ്റ്റ് റബി 2K25 ഇന്ന് തുടക്കം കുറിക്കും. നമുക്ക് എഡിറ്റോറിയലിലേക്ക് കടക്കാം. ഇന്നും ജീവിക്കുന്ന പ്രവാചകൻ. വളരെ സന്ദർഭോചിതമായ ഒരു എഡിറ്റോറിയലാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. മീനില്ലാത്ത തോട്ടിൽ ചൂണ്ടയിടൽ. വിദ്യാർത്ഥികളുടെ രഹസ്യ വിനോദം പുറത്തായി. വളരെ രസകരമായ വാർത്തയാണ്. പന്നൂർ. ക്യാമ്പസിന് സമീപമുള്ള മീനില്ലാത്ത തോട്ടിൽ പോലും ചൂണ്ടയിടുന്നത് പതിവാക്കിയവരെ പിടികൂടിയ സംഭവം വിദ്യാർത്ഥികളെ ചിരിയിലാഴ്ത്തി. എന്തിനു വേണ്ടിയാണ് ഇത്രയും പരിശ്രമം എന്ന് ആർക്കും വ്യക്തമാക്കാനായില്ല. ചൂണ്ടയിൽ കിട്ടിയത് മീനല്ല, തവളക്കുഞ്ഞ്, ഞണ്ട്, നീർക്കോലി തുടങ്ങിയവയാണ്. സവാദ് ചാത്തമംഗലത്തിൻ്റെ നേതൃത്വത്തിലാണ് അനധികൃത മീൻപിടുത്തം നടന്നിരുന്നതെന്ന് കണ്ടെത്തി. ചൂണ്ടയിടുന്നതിനിടെ ഉസ്താദിനെ കണ്ട് പേടിച്ചോടിയപ്പോൾ ഒരാൾക്ക് ചെറിയ പരുക്കേറ്റു. സ്ഥാപനത്തിലെത്തുന്നതിന് മുമ്പ് ഇരുട്ടുവോളം വാഴത്തോണ്ടിയിൽ മീൻപിടുത്തം നടത്തുകയും ചൂണ്ടയിടുകയും ചെയ്തിരുന്നുവെന്നും ആ രസകരമായ അനുഭവം നഷ്ടമായതിനാലാണ് ഇത്തരത്തിൽ ചെയ്തതെന്ന് ചോദ്യം ചെയ്യലിൽ സവാദ് വെളിപ്പെടുത്തി. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. കളിസ്ഥലത്തിന്റെ അഭാവം, വിദ്യാർത്ഥികൾ ആശങ്കയിൽ. പന്നൂർ. മഴ മാറിയെങ്കിലും കളിക്കാനൊരു ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ മുഹമ്മദിയയിലെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. സെവൻസ് ഫുട്ബോളെങ്കിലും കളിക്കാൻ ആവശ്യമായ സ്ഥലം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. കളിസ്ഥലമില്ലാത്തതിനാൽ ഹോസ്റ്റലിൽ വെച്ച് ഫുട്ബോൾ കളിച്ചതിന് നിരവധി പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. അതേസമയം ആവശ്യമായ കളിസ്ഥലം ലഭ്യമാകാതിരുന്നാൽ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയും ചില വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചു. അടുത്തതൊരു വ്യക്തി പരിചയമാണ്. വിദ്യാർത്ഥികളുടെ പ്രിയങ്കരൻ റഷീദ് ചാത്തമംഗലം. പന്നൂർ. ചാത്തമംഗലത്തെ റഷീദ് ക മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമിയുടെ നിത്യ സന്ദർശകനായി വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പലഹാരങ്ങൾ കൊണ്ടുവരികയും അവരുടെ വീടുകളിൽ നിന്ന് സ്ഥാപനത്തിലേക്കും സ്ഥാപനത്തിൽ നിന്ന് വീടുകളിലേക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പതിവാണ്. റഷീദ് ഖാന്റെ വരവ് വിദ്യാർത്ഥികൾ വലിയ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്. സ്ഥാപനത്തിന്റെ പരിസര ശുചീകരണം, കാടുവെട്ടൽ തുടങ്ങിയവ പൂർത്തിയാക്കുന്നത് അദ്ദേഹമാണ്. വല്ലപ്പോഴും അദ്ദേഹം വരാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് വലിയ നിരാശയാണ് ഉണ്ടാകുന്നതെന്ന് സിദാൻ വായക്കാട്, സെമിൽ മാറാട് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. റബീഇനെ വരവേൽക്കാൻ മുഹമ്മദിയ ഒരുങ്ങിക്കഴിഞ്ഞു. കുന്നോത്തുവയൽ. പുണ്യനബിയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കുന്ന റബീ 2K25-ന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത്. വർണ്ണവിളക്കുകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും സ്ഥാപനവും വയ്യോരങ്ങളും അലങ്കരിച്ചു. ത്രിഭാഷാ പ്രസംഗങ്ങൾ, ഖുർആൻ പാരായണം, അനൗൺസ്മെന്റ്, വാള്, ഓൾഡ് സോങ്, മദ്ഹ് ഗാനം, കഥാപ്രസംഗം, സമൂഹഗാനം, ടേബിൾ ടോക്ക്, ബുർദ, അറബന എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കളായ ഹംദാൻ ഒളവണ്ണ, സെമിൽ മാറാട്, അജ്മൽ കൊണ്ടോട്ടി എന്നിവർ ഡെക്കറേഷൻ വർക്കിന് നേതൃത്വം നൽകി. അടുത്ത വാർത്തയിലേക്ക് പ്രവേശിക്കാം. ഉഡായിപ്പ് ഡിറ്റക്ടർ പ്രവർത്തനരഹിതമായി. വിദ്യാർത്ഥികളിൽ ഉഡായിപ്പ് കൂടുന്നതായി ആശങ്ക. ഉഡായിപ്പ് ഡിറ്റക്ടർ പ്രവർത്തനരഹിതമായതിനാൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില വേദനകൾ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്യുകയും ഹോസ്റ്റലിൽ ഉറങ്ങുകയും വീട്ടിൽ പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നു. ഇത് യഥാർത്ഥ രോഗികളെ കൂടെ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹംദാൻ ഒളവണ്ണ ആശങ്ക പ്രകടിപ്പിച്ചു. ഈ അടുത്തും ഇത്തരത്തിൽ ചെവിവേദന എന്ന് പറഞ്ഞു ഒരാൾ വീട്ടിൽ പോയത് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ടോയ്ലറ്റിൽ നീർക്കോലി, വിദ്യാർത്ഥികൾ ഭീതിയിൽ.
ക്യാമ്പസിലെ ടോയ്ലറ്റിൽ നീർക്കോലി വീണ സംഭവമാണ് വിദ്യാർത്ഥികളെ ദിവസങ്ങളോളം ആശങ്കയിലാക്കിയത്. പാമ്പ് പിടുത്തക്കാരൻ അമ്പാന്റെ അനവസരോചിത ഇടപെടലാണ് നീർക്കോലി ക്ലോസറ്റിൽ വീഴാൻ കാരണമായത്. പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പലരും ഭയപ്പെട്ടതിനാൽ വലിയ അസൗകര്യമാണ് ഉണ്ടായത്. ഇതിനു മുമ്പും ക്യാമ്പസ് പരിസരത്ത് നീർക്കോലി സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് നീർക്കോലിയെ കൊന്ന സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പ്രവേശിക്കാം. അൻവാറുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനം പ്രൗഢമായി. പന്നൂർ. അൻവാറുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സെപ്റ്റംബർ 6 പ്രൗഢമായി നടത്തി. നാട്ടുകാരണവന്മാർ, ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, മദ്രസ വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്ത വർണ്ണാഭമായ റാലി, ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു. പങ്കെടുത്തവർക്കെല്ലാം ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. വൈകുന്നേരം വിദ്യാർത്ഥികളുടെ ഗംഭീര കലാപരിപാടികൾ വേദിയെ അലങ്കരിച്ചു. ഭക്ഷണ വിതരണവും ഒരുക്കിയിരുന്നു. പരിപാടി വിജയകരമാക്കാൻ മദ്രസ പ്രസിഡന്റ് അബ്ദുറഹിമാൻ ഹാജിയുടെ കരുത്തുറ്റ നേതൃത്വമാണ് നിർണായകമായതെന്ന് പൊതുജനം അഭിപ്രായപ്പെട്ടു. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. ശുചിത്വത്തിൽ വീഴ്ച വരുത്തിയവർക്ക് ഹൈജീൻ ക്ലബ്ബ് പിഴ ചുമത്തി. പന്നൂർ ക്യാമ്പസ്. സ്ഥാപനത്തിലെ ശുചിത്വത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ഹൈജീൻ ക്ലബ്ബ് കർശന നടപടി സ്വീകരിച്ചു. സ്ഥിര പരിശോധനകളുടെ ഭാഗമായി ക്ലാസ് മുറികൾ, ഹോസ്റ്റൽ, ബെഡുകൾ, ടോയ്ലറ്റുകൾ, കുളിപ്പുരകൾ, വ്യക്തി ശുചിത്വം തുടങ്ങി ഏതു മേഖലയിലും വിട്ടുവീഴ്ച അനുവദിക്കില്ലെന്ന് ഹൈജീൻ ക്ലബ്ബ് ചെയർമാൻ വ്യക്തമാക്കി. കായികബലം കുറഞ്ഞ ചിലർ മറ്റുള്ളവർ ആക്രമിക്കാൻ വരുമ്പോൾ പ്രത്യാക്രമണത്തിന് വേണ്ടി നഖം നീട്ടുന്ന പതിവ് തുടരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ കൈവേലിമുക്കുള്ള ഒരാളെ ഹൈജീൻ ക്ലബ്ബ് പിടികൂടി. അടുത്ത വാർത്തയിലേക്ക് പ്രവേശിക്കാം. പന്നൂർ മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമി സ്മാർട്ട് ആവുന്നു. പന്നൂർ. വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പന്നൂർ മുഹമ്മദിയ ഇസ്ലാമിക് അക്കാദമി സ്മാർട്ട് സംവിധാനങ്ങളോടെ മുന്നേറുന്നു. ക്ലാസ് മുറികളിൽ സ്മാർട്ട് TV, സ്പീക്കർ, മൈക്ക്, ടാബ്, ലാപ്ടോപ്പ് എന്നിവ സ്ഥാപിച്ച് പഠനത്തെ കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങളോട് ചേർത്തു. കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും നോൺ സ്റ്റേജ് മത്സരങ്ങൾക്കും ഈ സൗകര്യങ്ങൾ വലിയ പിന്തുണയായി. സ്മാർട്ട് TVയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ദിവസവും ക്ലാസുകൾ ലഭിക്കുന്നത്. അതോടൊപ്പം വിപുലമായ ഒരു ലൈബ്രറിയും സ്ഥാപനത്തിൽ സജ്ജമാക്കുകയാണ്. സ്ഥാപനത്തെ സ്മാർട്ട് ക്യാമ്പസ് ആക്കുന്നതിനായി നാട്ടിലും മറുനാട്ടിലും നിന്നുള്ള നിരവധി ആളുകൾ സഹകരിച്ചു. ഇതോടെ പത്രവിശകലനം അവസാനിക്കുന്നു. ഏവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.